ഒരു വാഴ നട്ടാൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കുല വെട്ടാൻ പറ്റും. ഒരു ചെറിയ ചെടി നട്ടാൽ ദിവസങ്ങൾ കഴിയുമ്പോൾ അതിലൊന്നുകിൽ പൂവും കായകളും ഉണ്ടാവും. ഇങ്ങനെ നേരിട്ട് റിസൾട്ട് കാണാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ടീമാണ് നമ്മുടെ വീട്ടിലെ ഉമ്മമാരും സഹോദരിമാരും. തലേ ദിവസം കഴുകി ഒതുക്കി വെച്ച പാത്രങ്ങൾ തന്നെയാണ് പിറ്റേ ദിവസം രാത്രി നമ്മൾ കാണുന്നത്. തുടച്ചു വൃത്തിയാക്കിയ നിലങ്ങൾ അതേപോലെ തന്നെയാണ് പിറ്റേ ദിവസം കാണുന്നത്. അലക്കി മടക്കി വെച്ച വസ്ത്രങ്ങളാണ് വീണ്ടും നമ്മൾ ഷെൽഫിൽ കാണുന്നത്. ഇവിടെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയാനോ കാണിക്കാനോ ഇല്ല. ഈ പ്രവർത്തനങ്ങൾ മാനിക്കുക എന്നത് വീട്ടിലുള്ള പുരുഷന്മാരുടെ, ആണുങ്ങളുടെ ഒരു മാന്യതയായിരിക്കണം. ഇവിടെ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ആ ചെയ്തതിനെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതിന് പകരം നല്ല നെയ്യത്തോടു കൂടി ഇതാരെങ്കിലും പ്രശംസിക്കണമെന്നോ അഭിനന്ദിക്കണമെന്നോ പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നും ഇല്ലാതെ പരമാവധി നല്ല നെയ്യത്തോടു കൂടി എൻ്റെ മക്കളെ നോക്കാൻ, ഭർത്താവിനെ നോക്കാൻ, വീട് സംരക്ഷിക്കാൻ എനിക്ക് കൂലി കിട്ടുന്ന കാര്യമാണ് എന്ന് മനസ്സിൽ കരുതിയിട്ട് ചെയ്താൽ പിന്നെ അങ്ങനെയുള്ള പരാതികളിൽ നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തേണ്ടി വരില്ല. അങ്ങനെയുള്ള പരാതികൾക്ക് പിന്നെ വലിയ പ്രസക്തി ഉണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, പത്രം വായിക്കുമ്പോൾ കട്ടൻ ചായ കിട്ടണമെന്ന ആ സ്വാഭാവിക വാശിയൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ഭാര്യയുടെ തിരക്കിനെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ തന്നെ ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചാൽ ഒലിച്ചു പോകുന്നതല്ല നമ്മുടെ പൗരുഷം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അവരുടെ തിരക്കിനെ മാനിച്ച് അവരുടെ അവസ്ഥകളെ പരിഗണിച്ച് ഇടപെടുക, പ്രവർത്തിക്കുക എന്നതാണ് ആസ്വാദ്യകരമായ ജീവിതം അനുഭവിക്കാനുള്ള ഏറ്റവും എളുപ്പവഴി.